സാങ്കേതിക വിദ്യയും ശ്രദ്ധ നേടുകയാണ്. പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ നിർമ്മിത ബുദ്ധി കമ്പനിയാണ് ആന്ത്രോപിക്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പെന്റഗണും ആന്ത്രോപിക്കും തമ്മിൽ ഇടഞ്ഞിരുന്നു. ആന്ത്രോപിക്കിന്റെ AI ടൂളുകൾ US സൈന്യത്തിന് നിയന്ത്രണങ്ങളില്ലാതെ ഉപയോഗിക്കാൻ കഴിയണമെന്ന ആവശ്യം ആന്ത്രോപിക് തള്ളിയതിനെ തുടർന്നായിരുന്നു ഇത്. പിന്നാലെ ആന്ത്രോപിക്കിന് പെന്റഗൺ വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ വിലക്ക് വന്നതിനു ശേഷവും ആന്ത്രോപിക്കിന്റെ ക്ലോഡ് അടക്കമുള്ള AI ടൂളുകൾ ഇറാൻ ആക്രമണത്തിൽ അമേരിക്ക ഉപയോഗിക്കുന്നുവെന്ന് വെളിപ്പെടുത്തൽ പിന്നാലെ വന്നു. ക്ലോഡ് AI സംവിധാനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വലിച്ചെറിയാൻ എളുപ്പമല്ല എന്നായിരുന്നു സൈന്യത്തിന്റെ വിശദീകരണം. അതിനിടെ രാസയുദ്ധ വിദഗ്ധരെയും സ്ഫോടക വസ്തു വിദഗ്ധരെയും നിയമിക്കാൻ ആന്ത്രോപിക് നീക്കം തുടങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. AI കമ്പനി എന്തിനു വേണ്ടിയാണ് രാസയുദ്ധ വിദഗ്ധരെ അടക്കം നിയമിക്കാൻ തുടങ്ങുന്നതെന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. വിനാശം വരുത്തിവെക്കുന്ന തരത്തിലുള്ള ദുരുപയോഗം തടയുന്നതിനാണ് രാസായുധ വിദഗ്ധരെ അടക്കം കമ്പനിയിൽ നിയമിക്കാൻ ആന്ത്രോപിക് തുടങ്ങുന്നതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. AI ടൂളുകൾ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നീക്കം. രാസയുദ്ധം അടക്കമുള്ളവ നിർമ്മിക്കാൻ ആരെയും പഠിപ്പിക്കാൻ AI ടൂളിന് കഴിയും. ഇത്തരം അപകട സാധ്യത ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്പനി ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുന്നത്. അപേക്ഷക്കാർക്ക് രാസായുധ രംഗത്തും സ്ഫോടനങ്ങൾ പ്രതിരോധിക്കുന്നതിലും കുറഞ്ഞത് 5 വർഷത്തെ പരിചയം വേണമെന്നും റേഡിയോളജിക്കൽ ഡിസ്പെൻഷൻ ഉപകരണങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണമെന്നുമാണ് ലിങ്ക്ഡ്ഇൻ റിക്രൂട്ട്മെന്റ് പോസ്റ്റിൽ കമ്പനി പറയുന്നത്. ആന്ത്രോപിക് മാത്രമല്ല ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പൺ AIയും സമാനമായ പരസ്യം നൽകിയിട്ടുണ്ട്. ബയോളജിക്കൽ കെമിക്കൽ രംഗങ്ങളിൽ വിദഗ്ധരായ ഗവേഷകരെ ആവശ്യമുണ്ടെന്ന് അവരുടെ കരിയർ വെബ്സൈറ്റിൽ പറയുന്നു. ആന്ത്രോപിക് വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഇരട്ടിയിലധികം തുകയാണ് വാഗ്ദാനം ചെയ്യുന്നത്. AI കമ്പനികളുടെ ഇത്തരം നീക്കങ്ങളെ വിവിധ മേഖലകളിലെ വിദഗ്ധർ പിന്തുണയ്ക്കുന്നുണ്ട്. ആയുധ നിർമ്മാണത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകാൻ AI ടൂളുകൾക്ക് കഴിയുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിക്കാൻ കഴിയുമെങ്കിലും അതുകൊണ്ട് കാര്യമില്ലെന്ന് അവർ പറയുന്നു. ആയുധ നിർമ്മാണത്തിനടക്കം AI ഉപയോഗിക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര കമ്പനികളോ മറ്റ് നിയന്ത്രണമോ ഇല്ല. AIയുടെ ദുരുപയോഗം തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കാര്യമായ ശ്രമങ്ങളൊന്നും എവിടെയും നടക്കുന്നില്ല. വെനസ്വേലയിൽ സൈനിക നീക്കങ്ങൾ നടത്തുകയും ഇറാനിൽ യുദ്ധം തുടരുകയും ചെയ്യുന്നതിനിടെ US സർക്കാർ AI സ്ഥാപനങ്ങളെ സമീപിക്കുന്നതും കരാറുകളിൽ ഏർപ്പെടുന്നതും വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ആഗോള സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഇന്ത്യൻ ഓഹരി വിപണിയിലും ആശങ്കയാണ്. വലിയ രീതിയിലാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഓഹരികൾ വിറ്റഴിക്കുന്നത്. ഈ വർഷം മാത്രം ഏകദേശം 1 ലക്ഷം കോടിയുടെ ഓഹരികൾ നിക്ഷേപകർ ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുണ്ട്. മാർച്ച് 13-നും 16-നും ഇടയിൽ 9362.52 കോടിയുടെ ഓഹരികളാണ് നിക്ഷേപകർ വിറ്റഴിച്ചത്. മാർച്ചിൽ മാത്രം 66,000 കോടിയുടെ ഓഹരികൾ വിറ്റൊഴിഞ്ഞു. ഇന്ത്യയെക്കുറിച്ചുള്ള ഭയമൂലമല്ല നിക്ഷേപകർ വൻതോതിൽ ഓഹരികൾ വിറ്റഴിക്കുന്നതെന്ന് വിപണി വിദഗ്ധരായ അരുൺ കെജ്രിവാൾ പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി ഇപ്പോൾ തീരുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതിനാൽ കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപത്തിലേക്ക് അവർ മാറുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.